ഹായ്. അപ്പോൾ ഇന്നത്തെ രാവിലെ തന്നെ നമ്മുടെ കുണുക്കമ്മ ഇന്നലെ ഒരു റീൽസാണ് മുന്നോട് ഇങ്ങനെ ചോറ്റുപാത്രം തുറക്കുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ ആ ചോറ്റുപാത്രത്തിൽ മുട്ട ഓംലേറ്റ്, ഉപ്പേരി, മീൻ വറുത്തത്, ചമ്മന്തിയാണ്. അപ്പോൾ കുണുക്കനോട് അമ്മയ്ക്ക് നാളെ ഇതുപോലെ ഭക്ഷണം കൊടുത്തേക്ക് വെച്ചു. അപ്പോൾ ഞാനാ ശരി എന്നോ അങ്ങനെ രാവിലെ വെച്ച് നമ്മൾ ഇന്ന് റേഷനരി അടച്ചു. എനിക്ക് കുറച്ച് കഴിക്കും. അപ്പോൾ വേഗം എളുപ്പം റേഷനരി ആട്ടെ, മറ്റൊരു വേഗം കുറച്ച് നേരം വേണം. അപ്പോൾ ഈ പ്രാവശ്യം റേഷനരി മേടിച്ച് വെച്ച് വയ്ക്കുന്നതിന് അപ്പോൾ അത് വേവിക്കാട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അരി തിളച്ചുടങ്ങി അപ്പോഴേക്കും നമ്മൾ അപ്പുറത്തെ ചട്ടിയിൽ കുറച്ച് ഓയിലൊക്കെ വെച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അങ്ങനെ നാളികേരം നമ്മളിപ്പുറത്ത് നോൺ സ്റ്റിക്കിൽ ഇട്ടെങ്കിൽ വേറെ ഒന്നും രണ്ട് നോൺ സ്റ്റിക്ക് ഓൾറെഡി ചൂടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ നാളികേരം ഫീസറിലായിരുന്നു, ചമ്മന്തിക്കുള്ള നാളികേരം ഫീസറിലായിരുന്നു. അപ്പോൾ അതൊന്ന് തണവ് വിടാൻ വേണ്ടിയിട്ട് ആ നോൺ സ്റ്റിക്കിൽ ഇട്ടേച്ചാൽ ചൂടുള്ളതിൽ ഇട്ടേച്ചാട്ടെ, അടുപ്പ് ഓണാക്കിയിട്ടല്ല, ജസ്റ്റ് ആ ചൂടുള്ള പാത്രമൊന്നും ഇട്ടേച്ചാൽ ഒന്ന് തണുപ്പ് വിടുമല്ലോ. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് മറിച്ച് ഞാൻ വെറുതെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ മൂത്ത് വന്നപ്പോൾ കുത്തിയ മുളകും കുറച്ച് മുളകും പൊടി ഇട്ട് ആ ഉപ്പിട്ട് വേവിച്ച് വെച്ചാൽ മുതിര അങ്ങോട്ട് തട്ടിയപ്പോൾ നമ്മുടെ മുതിരപ്പേര് സെറ്റ് കേട്ടോ. സത്യം പറയോ, നല്ല അരി ചോറ് ഈ ഒരു മുതിരപ്പേരും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഒരു ഉണക്കല് വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് ചോറുണ്ടാട്ടോ. അങ്ങനെ അടുത്ത പരിപാടി ചമ്മന്തിക്ക് ഞാൻ ഒരു 3-4 വറ്റൽമുളക് ചൂടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് നാളികേരം, ഒരു 5-8 ചുവന്നുള്ളി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ കല്ലുപ്പ്. അതാണ് മെയിൻ. നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ കല്ലുപ്പിട്ട് അതിന് വേറൊരു ടേസ്റ്റ് ആട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞം വെച്ച് പിടിപ്പിച്ച മൂവാണ്ട മാങ്ങല ഒരു മാങ്ങ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്കുള്ള ഐറ്റംസ് റെഡി കേട്ടോ. ഞാൻ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കില്ല കേട്ടോ. അതിനാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചുവന്നുള്ളിയും മാങ്ങയും പച്ചമുളകും അതൊക്കെയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ വേഗം ആ ഒരു നനവിൽ അരഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞ് കഴിഞ്ഞാൽ ചമ്മന്തി ടേസ്റ്റിനില്ല. അതിന് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉരുട്ടാണ് എടുത്തപ്പോൾ നമ്മുടെ അടിപൊളി മാങ്ങ നാളികേര ചമ്മന്തി ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇഞ്ചി ഇടണ ഇഞ്ചി ഇടാണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, ഭയങ്കര ടേസ്റ്റാണ്. കറിവേപ്പില ഇടണം, പച്ചമുളക് ഇടണം, വറ്റൽമുളക് ഒന്ന് ചുട്ടിട്ടിടുമാണ് കേട്ടോ. അതാണ് ഈ ചമ്മന്തിയുടെ ഹൈലൈറ്റും ടേസ്റ്റും. ഇത് കൂട്ടി ചോറിനാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ മൂക്കാണ് ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൊണ്ടുപോകാൻ ലഞ്ച് ബോക്സിൽ കുറച്ച് ചോറിട്ടു. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ചമ്മന്തി, ഓരോ ഉരുള ചമ്മന്തി ഉരുട്ടി അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലേക്ക് കുറച്ച് മുതിരപ്പേരിടാം. ഈ പ്ലെയിൻ ചോറുകൊണ്ടുകൂടെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ. ഈ ചോറ്റും പാത്രത്തിൽ കുറച്ച് ഉപ്പേയും ചമ്മന്തിയൊക്കെ ഇങ്ങനെ അടച്ച് വെച്ചാൽ അതിന് പ്രത്യേക സ്മെല്ല് തുറക്കുമ്പോൾ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു കുഞ്ഞ് കറി ബോക്സിലേക്ക് കുറച്ച് പപ്പടം കാച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രാവിലേക്കുള്ള സ്നാക്സ് ബോക്സിലേക്കുള്ള സ്നാക്സ് ഒക്കെ കേട്ടോ. പപ്പടം 3-4 ഉള്ളോട്ട് പപ്പടമൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബട്ടർ ഇട്ടിട്ട് ചൂടാക്കി ബ്രെഡിൻ്റെ ഇടയിൽ ഒരു കോഴിമുട്ട വെച്ചിട്ട് പിന്നെ അതിലേക്ക് പിസ്സ സോസിൽ അതും കുറച്ച് പരട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തപ്പോൾ രണ്ടാൾക്കും ബ്രെഡ് റോസ്റ്റ് സെറ്റാണ്. പിന്നെ നമുക്കിതിന് അപ്പോഴേക്ക് നമ്മുടെ എണ്ണ ചൂടായിട്ട് അപ്പോൾ നമുക്കത് പപ്പടം കാച്ചാതെ വെച്ച് അപ്പുറത്തേക്ക് പപ്പടം കാച്ചാൻ പോയിട്ടാണ്. കുണിക്കും ഇന്നലത്തെ സ്നാക്സ് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇങ്ങനെ ബ്രെഡൊക്കെ മുരിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവർക്ക് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പപ്പടം കാച്ചലൊക്കെ ഏകദേശം പൊട്ടിച്ച് കാച്ചാൻ കേട്ടോ. അപ്പോൾ അവർക്ക് കുഞ്ഞു ചോറ്റും പാത്രത്തിലേക്ക് ഇടാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊട്ടിച്ച് കാച്ചത് കേട്ടോ. അങ്ങനെ നമ്മുടെ പപ്പടമൊക്കെ കാച്ച് കഴിഞ്ഞപ്പോൾ ഒരു 5 നഗേറ്റ്സ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 നഗേറ്റ്സ് ഇതിട്ടിട്ട് കുറച്ച് സോസ് വെച്ച് അതടച്ചപ്പോൾ അവരൊക്കെയുള്ള സ്നാക്സ് ബോക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് എന്താ വെച്ചാൽ പപ്പടം വറുത്തിട്ടുണ്ട്, അതൊരു ചെറിയ പാത്രത്തിലാക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകം നിങ്ങൾക്കറിയാം, ഇന്നത്തെ ഒരു പ്രത്യേക ദിവസമായിട്ട്. അതുകൊണ്ടാണ് കുണുക്കമ്മ ഇന്ന് ഈ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോകട്ടെ. വേറെ ഒന്നിനും ഇന്ന് കുണുക്കമ്മൻ്റെ നക്ഷത്ര പിറന്നാളാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂർക്കാർ നാളാണ് നോക്കട്ടോ. സദ്യയും പായസം ഒക്കെ ഉണ്ടാക്കി കൊടുക്കും, പക്ഷേ എനിക്ക് അതിനൊന്നും പറ്റിയില്ല കേട്ടോ. ഒക്കെ വളരെ തിക്കും തിരക്കും. അങ്ങനെ ഇന്ന് കുണുക്കൻ്റെ പിറന്നാളാണ് അല്ലേ കുണുക്ക? അപ്പം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ കൊടുക്ക. ഒന്നിനും നേരം കിട്ടിയില്ലാണ്ട് തിക്കും തിരക്കും ബഹളമായിരുന്നപ്പോൾ ഇതെന്ത് ചേട്ടാ ഇത് നോക്കണ്ട. അപ്പോൾ ഇവിടെ കുണുക്ക മോന് ബർത്ത്ഡേക്ക് കൊണ്ടുകൊണ്ട് കേക്കാണ് കേട്ടോ. സ്കൂളിൽ കട്ട് ചെയ്യാൻ കേക്ക് കൊണ്ടുകൊണ്ട് പിന്നെ ചോക്ലേറ്റ് ഇല്ലേ കുണുക്ക കയ്യിൽ? കുണുക്കോയി കുണുക്കി പോലെ കൊടുത്തോളേട്ടാ. കുട്ടീന്റെ പിറന്നാളല്ലേ അല്ല പിന്നെ അച്ഛ ചോദിക്കണു
അങ്ങനെയുള്ള ഉണ്ണിയുള്ള സ്കൂളൊക്കെ ആക്കിയതിന് ശേഷം മുല്ലമർമ്പത്താവ് അമ്പലത്തിൽ പോയിട്ട് തൊഴുതോട്ടെ എന്ന് വെച്ചാൽ കുണുക്കൻ്റെ പേർക്ക് വഴിപാടും കാര്യങ്ങളുണ്ടായിരുന്നു. കുണുക്കനെ പൊട്ട സ്വപ്നം കണ്ടിട്ട് എണിച്ചു എന്നിട്ട് കുഞ്ഞെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അമ്പലത്തിൽ പോയി. കുണുക്കൻ്റെ എല്ലാവരും വരും പുഷ്പാഞ്ജലി വഴിപാടൊക്കെ കാണിച്ചതിന് ശേഷം വരാട്ടോ. അപ്പോൾ ഈ ഒരാൾ ലോട്ടറി എടുക്കണതാണ്. ഇതൊരു പതിവായതിൻ്റെ കേട്ടോ. പക്ഷെ ഒന്ന് രക്ഷപ്പെടുന്നതിൻ്റെ ഒരു പ്രതീക്ഷയാണ് അതിൻ്റെ ലോട്ടറി എടുക്കൽ തോന്നുന്നു. ആദ്യമൊക്കെ എല്ലാവരും സഹായിക്കണത് എനിക്കുള്ളതായിരുന്നു. ഇപ്പം അതിൻ്റെ 2 കണ്ണുകളിലൊരു പ്രതീക്ഷ എന്തെങ്കിലും രക്ഷപ്പെടുമെന്ന്. എന്ന് വെച്ചാൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ച 2 ആൾക്കാരാണ് ഞാൻ. എൻ്റെ ലൈഫിൽ സന്തോഷം എന്താണെന്ന് വളരെ കുറവാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഒരുപാട് ദുരന്തം അനുഭവിച്ചവരാണ്. ഇപ്പം രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കേട്ടോ അതിൻ്റെ എൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പം നമ്മുടെ എങ്ങോട്ടാ പോണേ ചേട്ടാ? ഞങ്ങളുടെ നാട്ടിലെ കുതിരവേലയാണ് അല്ലേ? കുതിരവേല എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ്. അപ്പൊ ഞങ്ങൾക്ക് ആ കുതിരവേല സമയം ആ പാടം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഫ്ലെക്സ് ഇരിക്കുന്നുണ്ട്, അതാ കണ്ട പരസ്യം കണ്ട മറ്റെന്ത് വിശേഷത്തിനേക്കാളും തീർച്ചയായിട്ടും മറ്റെന്ത് വിശേഷത്തിനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടമാട്ടോ കുതിരവേല. നമുക്ക് പൂരൊക്കെ കാണാൻ പോകുമ്പോൾ പേടി, എനിക്ക് ആന മതിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പേടിയാണ് കൂടുതൽ. പക്ഷെ ഇന്ന് വേറെ ലെവലാണ് കുതിരവേലയുടെ ഫ്ലെക്സുകൾ കേട്ടോ. അപ്പം ഞങ്ങൾ വളഞ്ഞ് മൂക്ക് പിടിച്ച് കണ്ട് ഞങ്ങൾ വീണ്ട വഴിക്കല്ല കേട്ടോ. ഞങ്ങൾ അങ്ങേ പോർക്കുളത്തുനിന്ന് വഴിയാണ് ഇങ്ങനെ വരുന്നത്. കുണുക്കറിഞ്ഞ നമ്മളെ ഓടിപ്പിക്കും. ആ മുരിക്കായ കിടക്കേട്ടാ ഉമ്മ അതൊക്കെ ഒട്ടിന്റെ മുരിക്കായില്ലേ, അതാ അങ്ങനെ നീളം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ലേ, അത് അത്ര ടേസ്റ്റ് ഇല്ല. 2 രൂപയ്ക്ക് കിട്ടുന്നത് അല്ലേ, അത് അത്ര ടേസ്റ്റ് ഇല്ല. നാടൻ മുരിക്കായി കിട്ടണം. ആഹാ, അത് നമ്മുടെ പരിപ്പ് കറി വെക്കുക, ഒരു ഉണക്കൽ വറുത്തത്. ആഹാ, അതിന്റെ ടേസ്റ്റ് സ്മെല്ലും. അതെ, അങ്ങനെ എത്തി മക്കളെ. നമ്മൾ കുതിരവേലപ്പാടത്തേക്ക് എത്തി. കൊടുക്കുന്ന ആളും കൂടി വന്നപ്പോ ചോദിച്ചോട്ടെ, ഇവരെന്താ തീ ഇടുന്നില്ലേ, ഈ പുല്ലൊക്കെ കരിക്കണില്ലേ എന്ന്. അതായത് കുതിരവേല ആളും കൂടിയിട്ട് കൊയ്ത്തൊക്കെ കഴിഞ്ഞാൽ ഇവിടെ തീ ഇടൂല്ലേ കേട്ടാ. തീ ഇട്ട് കഴിഞ്ഞാ കണ്ടാ ഈ പാടത്ത് വെച്ചിട്ടാണ് കേട്ടോ കുതിരവേല നടക്കുക. 2 സൈഡിലും പാടം കണ്ട. ഇത് നോക്കണ്ടിട്ട് ഇത് അവിടെ ആൾക്കാർക്ക് വരാനും കച്ചവടക്കാർക്കൊക്കെ വരാൻ വേണ്ടിയിട്ടേ ഇതിങ്ങനെ ഒന്ന് കരിച്ചിടുന്നതാ. ഇത് ഇനി 3-4 ദിവസം ആകുമ്പോഴേക്കും ഇത് സെറ്റ് ആവും അല്ലേ? 3-4 ദിവസം ആകുമ്പോഴേക്കും സെറ്റ് ആവില്ല. ഇനി എത്ര ദിവസം ഉണ്ട് കുതിരവേലയ്ക്ക്? കുതിരവേലയ്ക്ക് എത്ര ദിവസം ഉണ്ട്? 4-ാമത്തെ ദിവസം. ചൊവ്വല്ലേ, ബുധൻ വ്യാഴം വെള്ളി ശനി, 4-ാമത്തെ ദിവസം കുതിരവേല. വെറും ഒരു പാടാണ് പറഞ്ഞിട്ട് അല്ലേ. കുതിരവേലയുടെ അന്നത്തെ പാടം എന്താ പറയുക, അന്നത്തെ ഒരു ദിവസം. അതായത് കുതിരവേലയുടെ അന്ന് രാവിലെ ശനിയാഴ്ച തൊട്ട് തുടങ്ങും അല്ലേ. കുതിര കെട്ടാനുള്ള വൈക്കോല് ഇതൊക്കെ സെറ്റ് ആക്കി തുടങ്ങിയിട്ടുണ്ട്. അതെല്ലേ, മകൻ കുതിരയുടെ അവിടെ വന്നിട്ടില്ലല്ലേ? അവിടെ അച്ഛൻ അല്ലേ? ഇവിടെയാണ് അച്ഛൻ കുതിരേനെ ഇട്ട, ഇവിടെയാണ് മകൻ കുതിരേനെ ഇട്ട കേട്ടാ. നിങ്ങളാരാ? ഞാന് മകൻ കുതിരയുടെ അല്ല, ഞങ്ങളുടെ സൈഡ് മകൻ കുതിരേനെയാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ഇവിടെ അച്ഛൻ കുതിര ഈ സൈഡിൽ നിന്ന്. അമ്മ കുതിര ഉണ്ട്, അത് തിരുത്തിക്കാട് ദേശത്താണ്. അതൊക്കെ നമ്മുടെ തട്ടകയാണ്. ഇതൊരു സംഭവമായി. ഈ ഒരു ഫീല് ഭയങ്കര രസമാണ്. ഞാൻ കുറേ ദിവസമായിട്ട് പറഞ്ഞത് ചെന്നൈ പാടത്തിനോടേക്ക് ഒന്ന് കൊണ്ടുപോകാനായിട്ടാണ് കൊണ്ടുപോകാൻ. ഫീലോട് കൊണ്ടുവരാൻ അവരും കൊണ്ടുപോകാൻ. ഇനി കുതിരവേലയുടെ കഴിഞ്ഞ പ്രാവശ്യം കുതിരവേലയുടെ തലേദിവസം രാത്രി നമ്മളവിടെ വന്നിരുന്നില്ലേ, അതുപോലെ വന്നിരിക്കണം കേട്ടോ. നമുക്ക് ഒരു പ്രത്യേക രസമായിട്ടോ സത്യം അറിയാം. നമ്മുടെ ഇവിടെ അടുത്തുള്ള നാട്ടുകാരോടൊക്കെ കൂടിയിട്ടാണ്. മറ്റെന്ത് ആഘോഷത്തിനേക്കാളും ഒരു പ്രത്യേക രസമാണ് നമ്മുടെ പോർക്കുളത്തെ കുതിരവേല. കുന്നോളം പോർക്കുളത്തെ ആനയും കാവടിയൊക്കെ ഇഷ്ടമാണെങ്കിൽ പോലും കുതിരവേലയുടെ ഫീല് എന്ന് പറഞ്ഞാൽ വേറെ ഫീൽ. അപ്പം എല്ലാ നാട്ടിലും ഗാനമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 മണിക്ക് തുടങ്ങി 9 മണി 10 മണിയാകുമ്പോഴേക്കും അവസാനിക്കണം. അങ്ങനെയാണ് അതിന് മാത്രം സാങ്ഷൻ ഇവിടെ കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ കുതിരവേലയ്ക്ക് ഉണ്ടല്ലോ 3 മണി വരെയും ഗാനമേളയും. ആരുടെ ഗാനമേള തന്നെട്ടാ? അതായത് നമ്മുടെ വെറൈറ്റി ജാസി ഗിഫ്റ്റ്, അതിന്റെ ഉടമയ്ക്ക് അത് ജാസി ഗിഫ്റ്റ് വെച്ചെങ്കിൽ അതൊരു വേറെ ലെവലാണ്. അതങ്ങനെയാണ്, ജാസി ഗിഫ്റ്റാണ് അമ്മ. അപ്പം അതിൻ്റെ ഒരു ഇതിലാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമില്ല. അപ്പം ഗാനമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ കേട്ടാ.
2 ദിവസം മുന്നേ പരിപാടികളുണ്ട് തോന്നുന്നു. അതിന്റെ ഡീറ്റെയിൽ 3 ദിവസത്തെ പ്രോഗ്രാം പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടികൾ ഇങ്ങനെ ഇടയ്ക്ക് എങ്ങനെ കട്ടിയില്ല എടുക്കാൻ നമുക്ക് മടിയായിട്ടില്ല. ശബ്ദം ക്ലാരിറ്റി കിട്ടാത്തോണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വന്നതൊന്നുമല്ല, നമ്മുടെ കുതിരവേല ശനിയാഴ്ചയാണ്, ഫെബ്രുവരി 21-ാം തീയതിയാണ്. അത് കുതിരവേലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ക്ഷീണം മാറ്റാൻ നമുക്ക് ഞായറാഴ്ച ദിവസം അവധിയുണ്ട്. എന്താ വെച്ചാൽ ഈ കുതിരവേല പറഞ്ഞാൽ മറ്റുള്ള ഉത്സവങ്ങൾ പോലെയല്ല, ഇത് രാത്രി പുലർച്ചെ വരെയാണ് ഇവിടുത്തെ പരിപാടികൾ. രാവിലെ തൊട്ട് തുടങ്ങും, കുതിരേൻ്റെ കെട്ടിൽ അങ്ങനെയുള്ള കാര്യം തുടങ്ങും. പക്ഷേ ഒരു 5 മണി തൊട്ടാണ് ഇവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ദേശത്ത് നിന്ന് തെയ്യം അങ്ങനെ കാവടി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. ഈ പാടത്തേക്ക് വരും. അതായത് ഫെബ്രുവരി 21-ാം തീയതി ശനിയാഴ്ച കുതിരവേലപ്പാടത്തേക്ക് വരിക. എല്ലാവരോടും കൂട്ടി ക്ഷണിതാണ്. വന്നാൽ അന്നത്തെ ദിവസം പിറ്റേ ദിവസം ശനിയാഴ്ച പുലർച്ചെ വരാം, വെള്ളിയാഴ്ച വരണം അല്ലേ? എന്നിട്ട് വെള്ളിയാഴ്ച നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ആൾക്കാർ അല്ല പരിപാടികളുണ്ടോ കറക്റ്റ് ഞാൻ ചോദിച്ചിട്ടില്ല. ഫെബ്രുവരി 21-ാം തീയതിയാണ് ശനിയാഴ്ചയാണ് നമ്മുടെ നാട്ടിലെ കുതിരവേല. അതൊരു സംഭവമാണ്. അത് എന്തായാലും കുറെ ടെൻഷനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ സന്തോഷം സമാധാനം കാറ്റൊക്കെ അല്ലേ, കാറ്റിന് പ്രത്യേക ഒരു അനുഭൂതിയാണ്. അതൊക്കെ ഈ കുതിരവേല സമയമാകുമ്പോൾ ഈ ഒരു പാടത്തിന് ഒരു പ്രത്യേക ഒരു അത് നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ഇത് കാണുന്നോണ്ടായിരിക്കും നമുക്കതൊരു ഭയങ്കര ഹരാ ഈ കുതിരവേല. പക്ഷെ കുതിരവേല കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ വഴിക്ക് വരെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് വേറെ കഴിഞ്ഞ പാടം കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. കുതിരവേല മനസ്സിലുണ്ടെങ്കിലും അത് ചെറിയൊരു നിരാശ ഉണ്ട്. അതായത് അപ്പോഴേക്കും ഒരു വണ്ടി വന്നു. വണ്ടി വേറെ ഒന്നുമില്ല, അന്നേട്ട് ഹോട്ടൽ നടത്തുമ്പോൾ അന്നേട്ട് ഓയിൽ സപ്ലൈ ചെയ്യുന്നതാണ്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ട് അവർ ഭയങ്കര തടി വെച്ച് നല്ലോണം 5-6-7-8 വർഷമായില്ല. അപ്പം അതിൻ്റെ മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, നമ്മുടെ പോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാവും. എന്നിട്ടെന്താ പറഞ്ഞു തന്നിട്ട് അല്ല, കുതിരവേല എന്ന് പറയുമ്പോൾ നമുക്കൊരു മനസ്സിൽ സന്തോഷമായാലും എൻ്റെ അച്ഛൻ ഈ കുതിരവേലയ്ക്ക് വേണ്ടിയിട്ട് വെടിമരുന്നും എന്ത് പരിപാടിക്കും മുൻപന്തിയിൽ നേരിടാണ്. എൻ്റെ അച്ഛനായിട്ട് വെച്ചൊരു വിളക്കന്തരയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു വിളക്കുന്നറല്ല എൻ്റെ അച്ഛൻ വെച്ചതായിരുന്നു അല്ലേ? അതെ, അച്ഛൻ വെച്ചെങ്കിൽ ഈ കുതിരവേലയ്ക്കും എല്ലാ കാര്യത്തിനും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത്ര അങ്ങോട്ട് അറിയില്ല. ഒരു പഴയ തലമുറയ്ക്കൊക്കെ എല്ലാം അറിയാനുള്ള ഒരു ഇതാണ്. കുതിരേനെ കെട്ടി കഴിഞ്ഞാൽ അച്ഛൻ കുതിരേന് മകൻ കുതിരേന് ഈ വിളക്കിൻ്റെ അവിടെയാണ് കൊണ്ടുവയ്ക്കേണ്ടത്. എല്ലാവരും തൊഴാൻ വേണ്ടത്. പിന്നെ മേളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് നടക്കുക അല്ലേ? നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ തൊഴാൻ വരിക അവിടേക്കായിട്ട് അന്നത്തെ ദിവസം. അതൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ അറിയാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കുതിരവേലയ്ക്ക് വരിക, നമുക്ക് കുതിരവേല അടിപൊളിയാക്കാം. ഞങ്ങൾ എന്തായാലും ഒരു 7 മണി 8 മണി കഴിഞ്ഞ് ഇവിടെ ഉണ്ടാവും. പിറ്റേ ദിവസം നേരെ വിളിക്കണ വരെ പുലർച്ചെ വരെ അല്ലേ? അപ്പോൾ കുതിരവേല കുതിരവേലയ്ക്ക് നമ്മളെന്തൊക്കെ ഉണ്ടെങ്കിലും കുതിരവേലയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പോലെ അതെ ഞങ്ങളൊരു 8 മണിയാകുമ്പോൾ വന്നിട്ട് പുലർച്ചെ 3 മണി വരെ ഗാനമേള ഇത് കണ്ട് പിന്നെ പോയി വീട്ടിൽ പോയി കുളിച്ചിട്ട് വന്ന് 4 മണിക്ക് കുതിരേനെ എടുത്തിട്ട് മങ്ങാട്ട് അമ്പലത്തിൽ കുതിരേനെ കൊണ്ടാക്കി മങ്ങാട്ട് തൊഴുതിന് ശേഷമാണ് വീട്ടിലെത്തി. അപ്പോൾ ഈ പ്രാവശ്യം ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ ആഗ്രഹങ്ങളാണ്. അപ്പോൾ ദൈവത്തിന് നടക്കാൻ പറ്റുന്നില്ല, എന്നാലും ഇതൊരു കുറെ കാരണം ആഗ്രഹിക്കും. പക്ഷെ എന്തെങ്കിലും കാരണവശാലൊക്കെ അതിങ്ങനെ മിസ്സായി പോകും. അപ്പോൾ ഇതെന്തായാലും നടക്കുന്നതായിരിക്കും. അപ്പോൾ കുതിരയിലേക്ക് എല്ലാവരും വരെ ഞങ്ങളും ഉണ്ടാവും ഈ കുതിരവേലപ്പുറത്ത്. വീണ്ടും പറയാണ്, ഫെബ്രുവരി 21-ാം തീയതി ശനിയാഴ്ചയാണ് കുതിരവേല. രാത്രി 10 മണിക്കാണ് ഗാനമേള വരിക തോന്നുന്നു അല്ലേ? വരുന്നൊക്കെ ആരാധനയ്ക്ക് നമ്മുടെ കാത്തുമ്പേക്ക് പോളി കൊടുത്തതിന് ശേഷം ഡേക്കേറിൽ ഉണ്ടാക്കേണ്ടത് അവർ പോയി. അപ്പോൾ അത് കണ്ട ഞാനൊരു വന്നിട്ട് അമ്മോട് പറഞ്ഞു കൊച്ചിൻ്റെ വരാന്ന് പറയും. പൊക്കെ പറയും ആരത് തന്നെ ഏട്ടാ അല്ല അപ്പോൾ അല്ല ഇങ്ങോട്ട് വെക്കുന്ന രാധിച്ച്. അപ്പോൾ നമ്മൾ എന്താ പറയുക മനസ്സ് ഇങ്ങോട്ട് അപ്പോൾ കുണിക്കുമ്പോൾ കാത്തുമ്പോട് ഞാനേ കൊച്ചിൻ്റെ പോവാടി ഇപ്പോൾ പോകണ ഡാൻസ് ഉണ്ട് സ്കൂളിൽ ഡാൻസ് പഠിക്കുന്നതൊക്കെ ഡാൻസ് എന്നാലും പോയി ഇഷ്ടം പോവാട്ടോ. പക്ഷെ ഇന്നലത്തെ ഒരു വീഡിയോ ഡേക്കറിൽ ഫുഡ് കഴിക്കണപ്പോൾ വിഷമമായി കാര്യമില്ല. പിന്നെ പോണതൊക്കെ അവർ നല്ല സ്ഥലങ്ങളിൽ നല്ല സ്ഥലത്തായി കാരണം നമുക്ക് അതിൻ്റെ ടെൻഷൻ ഇല്ല. എന്ന് വെച്ചാൽ അവർക്ക് ഇവരെ സംബന്ധിച്ച് ചൂടോ കാര്യങ്ങളോ ഒന്നും പറ്റാത്ത പിള്ളേരുകളാണ്. അപ്പോൾ അവർ നല്ല AC യിലൊക്കെ ഇരുന്ന് നല്ല അല്ല അതിൻ്റെ ഇതിലല്ലേ. അപ്പോൾ പോയിരിക്കട്ടെ, കുഴപ്പമില്ല, നല്ല കുട്ടികളല്ലേ. ഇവിടെ ഇരുന്നിട്ട് അലമ്പത്തരം ഒക്കെ കുറുമ്പും അലമ്പും സ്വഭാവമാണ്.
ഇനിയിപ്പോൾ ഒരു കുട്ടി നിങ്ങളെ കാത്തിരിക്കണ്ടോ പോണ്ടേ? എൻ്റെ അമ്മക്കുട്ടിയല്ലേ. അമ്മുക്കുട്ടി ഗുളിയൊക്കെ തുപ്പുക. ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയി വന്ന് മരുന്ന് കൊടുത്തപ്പോൾ തുപ്പുക, മരുന്ന് തുപ്പിയാണ്. പിന്നെ ഇനി കേടുമാറൊക്കെ പോവാ. ഞമ്മേടെ അടുത്ത് പോയിട്ട് വേണം പോവാൻ. അപ്പോൾ ഇനി അല്ലേട്ടാ ഉണ്ണോളെ ട്യൂഷൻ ആയിട്ട് ഒരു നേരം ഇവിടെ കൊണ്ടുവരുത്തുന്നത് അവർക്ക് ഇഷ്ടമാണ്. വയനാട് ചില നേരത്ത് മടിയാ. ഇപ്രാവശ്യം ബണ്ടിൽ വെള്ളം നിറച്ചില്ല, അതാണ് അവിടുത്തെ ഒരു വിഷമമായത് അല്ലേ. അവിടെ അങ്ങനെ ഇപ്പോൾ ഡ്രൈ ആയിട്ട് എടുക്കണേ, ആ വെള്ളം ഉണ്ടെങ്കിൽ അതൊരു ഭംഗിയായിരുന്നു. എന്താണാവോ കാരണം? അല്ലെങ്കിൽ ഇപ്പം അടുത്ത് സമയമാകുമ്പോൾ വെള്ളം നിറക്കിവിട്ടോ. അതിന് കുതിരയുടെ വേറൊരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ബണ്ടിലെ വെള്ളമായിരുന്നു. പക്ഷെ അതെന്ത് ഇപ്രാവശ്യം ഇല്ലാത്തതാണാവോ. എന്നാലും ഭയങ്കര ഫീല് മനസ്സിന്. ഇനി 3-4 ദിവസം കൂടി കഴിഞ്ഞാൽ കുതിരവേല. വെള്ളിയാഴ്ച തുടങ്ങുക ഈ പരിപാടി. അപ്പൊ വീണ്ടും പറയാണ് ഫെബ്രുവരി 21 ശനിയാഴ്ചയാണ് വെള്ളിയാഴ്ച പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഞാൻ പറയുമ്പോ അപ്പം കല പല പല എന്ന് പറഞ്ഞോളൂ കേട്ടോ. വീണ്ടും പറയാണ് ഫെബ്രുവരി 21 ശനിയാഴ്ചയാണ് നമ്മുടെ നാട്ടിലെ കുതിരവേല. ജാസി ഗിഫ്റ്റൊക്കെയാണ് നല്ല നമ്മുടെ തകർപ്പൻ ഗാനങ്ങൾ നമുക്ക് പങ്കുവെച്ച ജാസി ഗിഫ്റ്റൊക്കെയാണ് ഇത് വരുന്നത്. പിന്നെ ഒരുപാട് പരിപാടികളുണ്ട്, മ്യൂസിക് ഷോ ഉണ്ട്, മ്യൂസിക് മാജിക് ഉണ്ട്, എന്തൊക്കെയുണ്ട്. എന്തായാലും എല്ലാവരും ആയോ കാണാൻ പോട്ടെ. അപ്പൊ വീണ്ടും അമ്മുക്കുട്ടിയുടെ അടുത്ത് പോയിട്ട് അതെ, അത് കഴിഞ്ഞ പാത്രം മാറാണ്ട് അടിച്ചടയ്ക്കാണ്ട് പണികളുണ്ട്, മടക്കാൻ സമൃദ്ധി ഉണ്ട്. അതിന്റെ ഇടയില് കൊറേ വന്നിട്ട് സഹായിച്ചിട്ട് പറഞ്ഞതല്ല. നമ്മുടെ ഒരു ജീവിത ദിവസം ഉണ്ടായി ലൈഫ് എടുക്കുമ്പോ അതിലുള്ളതൊക്കെ ഇന്നലെ പറയണ്. പോവാ. ഇവിടെ പൊന്നിന്റെ ഫോട്ടോഷൂട്ടൊക്കെ ആദ്യത്തൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ മെയിനായിട്ടല്ലേ. എവിടെയാ? നമസ്കാരം, ഞാൻ ജാസി ഗിഫ്റ്റ്. പോർക്കുളം കുതിരവേലയോടനുബന്ധിച്ച് ഫെബ്രുവരി 21 ശനിയാഴ്ച കുതിരവേല പാടത്ത് വെച്ച് നടക്കുന്ന മെഗാ മ്യൂസിക് നൈറ്റിൽ ഞാനും എന്നോടൊപ്പം തന്നെ കൗശിക് ആൻഡ് KL എക്സ്പ്രസ് ബാൻഡും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നമുക്ക് അവിടെ വെച്ച് അടിച്ചു പൊളിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുതിരവേലയുടെ പരിപാടിയുടെ പോസ്റ്ററൊക്കെ അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഒരു വോയിസ് ഉള്ളതും കൂടി അവർ അയച്ചത്, പക്ഷേ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതിൽ സോങ് വരുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ വരുന്ന കാരണമാണ് കേട്ടോ നമ്മൾ ആ ഒരു പോസ്റ്റ് ഇടാഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കുതിരവേലയുടെ പോസ്റ്റ്. അപ്പോൾ എല്ലാവരും വരാട്ടോ നമ്മുടെ കുതിരവേലയ്ക്ക് കേട്ടോ. 12:45 ഞാൻ ഊണ് കഴിക്കാതിരിക്കുകയാണ്. സ്പെഷ്യൽ എന്ത് കഴിച്ചിട്ട് പൈനാപ്പിൾ കഴിച്ചായിരുന്നാ? സ്പെഷ്യൽ ഇല്ലെങ്കിലും പ്ലേറ്റ് നിറയെ സാധനങ്ങളാ. നോക്ക്, സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ, കാണിച്ചു തരാം. നല്ല ചമ്മന്തി, നല്ല പപ്പടം, കോഴിമുട്ട, മാങ്ങച്ചാറ്, മുതിരപ്പേരി. ആഹാ എന്താ അരി അത്ര നല്ലല്ലേ ഞങ്ങൾക്ക് പ്രാവശ്യം റേഷൻ അരി കിട്ടിയത് അത്ര ഇതല്ല. എന്നാലും നമ്മുടെ ഈ ഉപ്പേരിയും ഈ ചമ്മന്തിയും നമ്മുടെ മാങ്ങച്ചാറും നമ്മുടെ ഒരു മുട്ട ഓംപ്ലേറ്റും ഈ പപ്പടം കാച്ചിയത് കൂട്ടിയിട്ട് ഇങ്ങനെ വെച്ചിങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അമ്മ സ്വർഗം. അമ്മ സ്വർഗം എന്ന് പറയട്ടെ. ചമ്മന്തി ഇഷ്ടമില്ലാത്ത എനിക്ക് ഇപ്പൊ ചമ്മന്തി ഇഷ്ടമാണ്. അത് വറ്റൽമുളകും പച്ചമുളകും ഇട്ടിട്ട് ചമ്മന്തിയാണ്. രണ്ടും കൂടെ ഇടണം. ചമ്മന്തിയിൽ ഞാൻ ഇഞ്ചി ഇടില്ല കേട്ടോ. ഞങ്ങളുടെ തൃശ്ശൂർ സൈഡിൽ ഇഞ്ചിയിൽ കുറവാണ് അല്ലേ. അത് ഞാൻ എൻ്റെ വീട്ടിലോട്ടിരുന്നില്ല. നാളെ ചമ്മന്തിയിൽ ഇഞ്ചി ഇട്ട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പല ഹോട്ടലിലോളും ഒറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇഞ്ചിയുടെ സ്മെല്ല് സ്വന്തം കുഞ്ഞൻ മാങ്ങണ്ടി നട്ടുണ്ടാക്കിയ മുഹമ്മദ്
മാങ്ങച്ചാർ മാങ്ങച്ചാമതി ഞാൻ സമാധാനമായിട്ട് കേട്ടാ അല്ലേ വീഡിയോ ഓഫ് ചെയ്തിട്ട് കഴിക്കാൻ വേറെ ഞാൻ സീരിയൽ വയ്ക്കും എന്നിട്ട് കണ്ടുകൊണ്ട് കഴിക്കാം. അങ്ങനെ നമ്മൾ ഈ കുണിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ഉടനെ പോയിക്കാനായിട്ട് ഈ കുണിക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ പോകാൻ ഒരു 10 മിനിറ്റ് നേരം വൈകിട്ട് എന്ന് വെച്ചാൽ നമ്മൾ വരുന്ന വഴിയിൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വല്ല വണ്ടിയിട്ട് ഓവർടേക്ക് ചെയ്യാനോ കാര്യങ്ങൾക്കോ പറ്റിയില്ല ഒരു 10 മിനിറ്റ് അങ്ങനെ പോയി കിട്ടും. അപ്പോൾ അതേ ഞങ്ങൾ വരാൻ കുറച്ച് വൈകി അങ്ങനെ ഈ നമ്മുടെ അടുക്കളയിലെ ഫ്ലവർ ഇങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നിയിട്ട് ആ ഭംഗി തോന്നിയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ മനസ്സ് ഇപ്പോൾ താളം തെറ്റി പോകുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ രാത്രി ആകുമ്പോൾ ഈ 2 ആൾക്കും സ്കൂളൊക്കെ വിട്ട് എന്നിട്ട് ദോശയും സോയാബീൻ്റെ കറി 2 ദിവസം മുന്നേ ഞാൻ വെച്ചിട്ടുണ്ടാക്കിയിട്ട് അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ 2 കൂടി പൊട്ടിച്ച് വാരി വെച്ചിട്ട് ഇടയ്ക്ക് എൻ്റെ വയറ്റിലേക്ക് പോകണ്ടിട്ടാ. അപ്പോൾ വിശന്നിട്ട് വയ്യ. അപ്പം ഞാനും കുണിക്കഴിഞ്ഞ് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇട്ടത് വീഡിയോ ഒക്കെ എടുത്തു വയ്ക്കും എന്തെങ്കിലും നമുക്കായിട്ടൊരു കാരണം എന്താ കുറച്ചാളായിട്ട് കഷ്ടക്കാലത്തിൻ്റെ നെറുകയില്ല. എനിക്ക് നമ്മൾ സാരി ബിസിനസ് തുടങ്ങിയതിന് ശേഷം അമ്മയ്ക്ക് വേണ്ടിയിട്ട് അത് അങ്ങനെ സ്റ്റോപ്പായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അമ്മയ്ക്ക് വയ്യ, അച്ഛന് വയ്യ, അച്ഛൻ മരിച്ചിട്ട് അങ്ങനെയായിട്ട് വീഡിയോയും കറക്റ്റ് ഇടാൻ പറ്റില്ല. ഓരോരോ പ്രശ്നങ്ങൾ. ഇപ്പം എന്താ പോലീസ് സ്റ്റേഷൻ രൂപത്തിലായിരുന്നു ഇന്നത്തെ കേസ്. 2026 നല്ലതാവും വിചാരിച്ചു. നല്ലതല്ല. 2025-26 വളരെ മോശം. പോലീസ് സ്റ്റേഷനിൽ കയറി. അപ്പൊ എന്താ പറയുക, ആദ്യമായിട്ട് ലൈഫിൽ പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ട്, നാണക്കേട് ആൾക്കാർ. പിന്നെ ഇപ്പോൾ 1-2 പ്രാവശ്യം കയറുന്ന സാഹചര്യമൊക്കെ വന്ന് കയറി. പിന്നെ ഇപ്പോൾ വീണ്ടും കയറുന്നു. നമ്മളത് നോക്കിയിട്ട് കാര്യം നമുക്കൊരാവശ്യം വന്നാൽ നമുക്ക് പോകാനുള്ള സ്ഥലം അപ്പോൾ അവിടെ അല്ലേ ഉള്ളൂ. അപ്പം പിന്നെ ഞങ്ങൾ പോയേ പറ്റൂ. കയറേണ്ട അവസ്ഥ വന്ന് കയറണ്ടല്ലോ. ഒക്കെ എല്ലാം പ്രശ്നം നമുക്കില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെറിയൊരു മോഷണം നടന്നൊരു കേസായിട്ട് പോലീസ് സ്റ്റേഷൻ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ വീട്ടിലെ മോഷണം നടക്കാറ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ നാട്ടിൽ പറയണ കള്ളന്മാരുടെ ശല്യം ഉണ്ടെന്ന്. അപ്പം അതിനോട് പറഞ്ഞിട്ട് നമുക്ക് എഴുതി ഒട്ടിച്ച് വെക്കാം, വെറുതെ വീട് പൊളിച്ച് അത് നശിച്ച ശരിയുണ്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ നമുക്ക് എഴുതി ഒട്ടിക്കണമെന്നുണ്ട്. അപ്പൊ സ്വർണ്ണം നമ്മുടെ വീട്ടിൽ നിന്ന് മോഷണം പോകാനൊന്നും മലങ്കര ആസ്റ്റർ പിന്നെന്താ മലങ്കരയുടെ കുറെ ഹോസ്പിറ്റലുകളുടെ ബില്ലല്ലാണ്ട് നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് 1-2 എന്നിട്ട് പിന്നെ കുറെ വർഷം പഴക്കം കുറെ പാത്രങ്ങളുണ്ട്. പിന്നെ ന്യൂ എന്ന് പറയുന്ന 2 കുട്ടികളുണ്ട്. അത് ഞങ്ങളുടെ പ്രാണനാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ചാൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടൊരു വീട്ടിലാണ് കേട്ടോ മോഷണം പോയത്. നമ്മൾ ഇപ്പം ഒന്നും പറയണില്ല. അപ്പൊ മോഷണം പോയത് നമുക്ക് കംപ്ലൈന്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. എന്ന് വെച്ചാൽ നിരപരാധികളോ എല്ലാവരും ഇതിൽ നമ്മുടെ ഒക്കെ സ്ഥലം കാണണ്ടായി നമ്മൾ ആരിനൊക്കെ ചിന്തിക്കും. അല്ല ചിലപ്പോൾ നമ്മുടെ അടക്കം കള്ളന്മാരും കള്ളിയായി പോവില്ലേ. ഞങ്ങൾക്കടക്കം ബാധിക്കും. അപ്പം നമ്മളെല്ലാവരും സത്യസന്ധത തെളിയിക്കാനുള്ള എല്ലാവർക്കും ആവശ്യമില്ല. അപ്പോൾ ഞങ്ങളൊരു കേസ് കാര്യം കൊടുക്കാൻ പോയിക്കുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷൻ രൂപ അതാണ് നിമിത്തങ്ങൾ, ഓരോ നിമിത്തങ്ങൾ. നമ്മളൊന്നില്ലാന്നും നമ്മൾ പറയണതോ പ്രവർത്തിക്കണോ നല്ല നമ്മുടെ ലൈഫിൽ. അപ്പൊ ഇന്നലെ ആരെങ്കിലും നമ്മൾ പോലീസ് സ്റ്റേഷനാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. നമ്മുടെ ലൈഫിൽ വേണ്ട കാരണം ഒക്കെ തന്നെ ഇപ്പം എന്തോ ഒരു കഷ്ടകാലാന്ന് പറഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യും. ഇപ്പം അടുത്ത മാസം ഏതാ മാർച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. നമ്മളെല്ലാ ലാസ്റ്റ് കണക്കുകളും ബാങ്കുകളൊക്കെ അടക്കേണ്ട പിടിക്കേണ്ട ഡേറ്റുകൾ കാരണമല്ലോ. അപ്പം അതിൻ്റെതായ ടെൻഷനും തിക്കും തിരക്കും ബഹളത്തിലാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണം. അപ്പം വീഡിയോ ഇങ്ങനെ ഇട്ടുപോയാൽ വീട്ടിലത്തെ കാര്യങ്ങൾ തിരിഞ്ഞു നോക്കണേ. അപ്പോൾ വീഡിയോ പോലും ഇടാൻ പറ്റാത്തൊരു അവസ്ഥ. ഇന്നലെ ഒരു രൂപത്തിൽ, ഇന്നൊരു രൂപത്തിൽ, നാളെ ഒരു രൂപത്തിൽ. ഇപ്പം ഇന്ന് കുഞ്ഞ് കുടിക്കുമ്പോൾ വയ്യാതുണ്ട് വന്നിക്കണം കേട്ടോ. അപ്പൊ വീട്ടില് ഞങ്ങള് കുഞ്ഞുങ്ങളെ കൊണ്ടാക്കി വീട്ടിൽ കുറച്ച് പണികളുണ്ട്. ഒന്നുമില്ല അങ്ങനെയൊക്കെ. അപ്പൊ നമ്മള് അപ്പൊ അതൊക്കെ സ്വാഭാവികം. അതൊക്കെ ലൈഫിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മളതൊക്കെ. അപ്പൊ നമ്മളത് പറഞ്ഞു വരുന്നത് വീഡിയോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടിലത്തെ കാര്യങ്ങളും കഴിഞ്ഞത് വീഡിയോ ഇടാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മൾ തളർന്നു. അപ്പൊ അവിടെ കുളിക്കാൻ പോകണം. അപ്പൊ നമ്മള് വിചാരിക്കണ പോലെ ഇല്ല നമ്മുടെ ലൈഫിൽ. ഇവിടെ താക്കുവാ ഇവിടെ വെച്ചോ വീട് ഓർമ്മ പച്ചവെള്ളം പച്ചവെള്ളം കുടിച്ചോ.
മോനെ കിട്ടില്ല. കോണം കൊണ്ടില്ലാണ്ട് ഓടിയത് ഇല്ല അങ്ങനെയില്ല. അപ്പൊ പറഞ്ഞത് എന്താണ്, ഓരോ പ്രശ്നങ്ങളും ഓരോ ഏത് രൂപത്തിലും പിന്നെ രാവിലെ അതൊക്കെ കഴിഞ്ഞ് വന്നു. മുന്നോട്ട് സ്കൂളിലേക്ക് അമ്മേടെ അടുത്ത് പോയി വന്നു. വീട്ടിലെ പണിയോട് ചെയ്യാം. അപ്പോഴേക്ക് വീഡിയോയിലേക്ക് എഡിറ്റ് ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു ചെറിയ കാര്യത്തിലേക്ക് ഇടുന്നു. വരുമ്പോഴേക്കും ഏണിച്ചിട്ട് നമുക്കുള്ള പണിയായിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ട് ബിരിയാണിയൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഈ രൂപം ഫോർമുലയും കാര്യങ്ങളും അതിൻ്റെ ബാക്കിൽ മുന്നോട്ട് സ്കൂളിലോട്ട് അപ്പോൾ ഉള്ളിക്ക് കുടിക്കുമ്പോൾ പയ്യ അതിന് കുടിക്കുന്നതിനെ കുറിച്ച് ട്യൂഷൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ കേസ് ഫയൽ ചെയ്തിട്ട് ഇതിപ്പോൾ വീടെത്തി. ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. ഇനി വീട്ടിൽ എത്ര പണിയുണ്ടെന്ന് പാവം പണിയോടെ ബാക്കി എല്ലാം കൂടി ചെയ്യുന്നത് മാറ്റില്ല. വീടടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇന്നിപ്പോൾ വീടടിച്ചോ അതല്ല, അതൊക്കെ ഞാൻ കട്ടിലൊക്കെ നീക്കി കുണിക്കി. മോളുടെ ചെരുപ്പ് കട്ടിന്റെ അടിയിലുണ്ടല്ലോ. എന്താണ് നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ലേ? ചെറുതൊക്കെ പറഞ്ഞാൽ എന്താ പറയാ, കണ്ണി കൊള്ളേണ്ടത് ഇതിപ്പോ കണ്ണിലല്ലേ കൊള്ളു. പിരിവെടുത്തോണ്ട് നോക്കി എതിര് വരുന്നുള്ളൊരു കാലമാണ്. അന്നേരം എന്നെ കിട്ടിയാലാണ് എന്റെ കഷ്ടങ്ങൾ. അതൊന്നുമില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ എന്നെ മൂത്ത് നേർച്ചപ്പോ അതെല്ലാം ഏറ്റെടുക്കുമ്പോ ഒന്ന് ആലോചിക്കുന്നുണ്ട്. അതിനിപ്പോ ഞാൻ പറഞ്ഞേറ്റെ, ചെറുപ്പക്കാരെ കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ വയസ്സിന് കല്യാണം അതിലൊന്നും കാര്യമില്ല. ഒരു വയ്യാണ്ടേ കഴിഞ്ഞില്ലേ, ഇത്രയല്ലോ വയസ്സും കാര്യങ്ങളൊക്കെ. ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പറയട്ടെ, ഒരു ബൈക്കുമ്പോ ഒരാളിക്കുമ്പോ എന്ത് തന്തപ്പിടി കണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു 10 വയസ്സിന്റെ അടുത്ത് തന്നെ ഉള്ളയാളെ കാണുമ്പോ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ തന്തപ്പിടി ആയി തുടങ്ങിയിരുന്നു. അപ്പൊ വീണ്ടും പറയണട്ടാ, ഫെബ്രുവരി 21 കുതിരവേലയാണ്. നേരത്തെ കൂടി എല്ലാരും കൂടി വരിക. ജാസി ഗിഫ്റ്റിന്റെ ഗാനമേളുണ്ട്. എല്ലാരും സൂപ്പറായിട്ട് എൻജോയ് ചെയ്തിട്ട് വരിക. ഓക്കെ, പറഞ്ഞു നിർത്തുന്നു. ബായ്. എന്നോട് ചോദിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ